ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. നിറയെ പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ രാവിലെയാണല്ലോ സ്വതവേ ഈ പൂക്കളൊക്കെ ഉണ്ടാവുക. അപ്പോൾ 10 മണി മുതൽ വെയിറ്റ് ചെയ്യാണ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും 11:30 ആ സമയത്താണ് ഇത് കംപ്ലീറ്റ് പൂവായിട്ട് വരുന്നത്. നമ്മളൊരു നാട്ടിലെ 10 മണി പൂവിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് ഇതിന്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കബോബ ഫർക്കാറ്റ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒറിജിനൽ നെയിം വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി ഇതിൻ്റെ ഫ്ലവറാണ്. ഇത് മുള്ളൻ പായൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലകൾ വെള്ളത്തിൽ തന്നെയാണ് കാണുന്നത്. ആ മുള്ളൻ്റെ ആ ഒരു അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് മുള്ളൻ പായലെന്നും ചല്ലിപ്പായലെന്നും കോമൺ ആയിട്ട് ഇതിനെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കബോംബ എന്ന് പറയുന്ന ജീനസ് പെട്ടതാണ്. കബോംബേൻ്റെ ഫർക്കേറ്റയും കരോളിനിയാനയും 2 സ്പീഷീസുകളാണ് കാണുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അക്വേറിയം വഴി എസ്കേപ്പ് ആയൊരു പ്ലാന്റാണ്. നോർത്ത് സൗത്ത് അമേരിക്കൻ ഒറിജിനാണ്. പക്ഷേ അക്വേറിയത്തിലൊക്കെ ചിലർ ശ്രദ്ധയില്ലാതെ അത് പുറത്തേക്കിട്ട് ഇത് ഇൻവേഴ്സീവ് സ്പീഷീസാണ്. ആ ഏരിയ മൊത്തം ഇത് ഡൊമിനേറ്റ് ചെയ്യും, മൊത്തം ഏരിയ ഇത് കൈയടക്കും. അപ്പോൾ ഇവിടുന്ന് പലരും ഇത് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അവരങ്ങനെ കളക്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അവരെന്താണ് ശ്രദ്ധയില്ലാതെ അവിടെ വയലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇട്ടാൽ അത് അവിടുന്ന് വളരും, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അത് ആ ഏരിയ ഡൊമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് തന്നെയായിരിക്കും അവിടെ മെയിനായിട്ടും കാണുന്നത്. ചെറിയ കളിയല്ല അധിനിവേശം. വൈകാതെ ഈ ഭീകരൻ കൃഷി അസാധ്യമാക്കും. തോട്ടിലെ പുല്ല് തൊട്ട് ആഫ്രിക്കൻ പായൽ വരെയല്ല, മുഴുവൻ ജീവജാലങ്ങളെയും അപകടത്തിലാക്കും. പഴഞ്ചൊല്ലിൽ പതിരില്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.